പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനു വേണ്ടി മുഖ്യമന്ത്രി പ്രചാരണം തുടങ്ങി. പി സരിൻ മിടുമിടുക്കനായ സ്ഥാനാർത്ഥിയെന്ന് വിശേഷിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രചാരണം. പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് ചേർത്തതിൽ പി സരിന് എതിരെ കോൺഗ്രസ് ആരോപണം ആവർത്തിക്കുകയാണ്. ഇരട്ട വോട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് BJPയുടെ തീരുമാനം. പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഇടതു പ്രവർത്തകരിൽ ആവേശം വിതറിയാണ് മുഖ്യമന്ത്രിയുടെ പ്രചരണം. 2 ദിവസം മണ്ഡലത്തിൽ തങ്ങുന്ന മുഖ്യമന്ത്രി ദിവസേന 3 പൊതുപരിപാടികൾ വീതം സംസാരിക്കുന്നുണ്ട്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും ക്ഷേമപ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഉറപ്പു നൽകിയുമാണ് മുഖ്യമന്ത്രിയുടെ പ്രചരണം. BJP കോൺഗ്രസ് ഡീലെന്ന ആരോപണത്തിനപ്പുറം കാര്യമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായില്ല. മിടുമിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ സരിൻ. ഈ കേരളത്തിലാകെ ഉണ്ടായ മാറ്റത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പാലക്കാടിനും കഴിയണ്ടേ എന്ന ചിന്ത പാലക്കാടിലെ മഹാഭൂരിഭാഗം ആളുകളിലും വന്നിരിക്കുന്നു. ആ ദൗത്യമാണ് ഡോക്ടർ സരിൻ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. തിരുവില്ലാമല സ്വദേശിയും ഒറ്റപ്പാലം മണ്ഡലത്തിലെ വോട്ടറുമായിരുന്ന പി സരിൻ പാലക്കാട് വോട്ട് ചേർത്തൽ പിശകുണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ അദ്ദേഹം വന്ന് ഞങ്ങളെല്ലാം വെല്ലുവിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ആ സ്ഥാനാർത്ഥിയുടെ ഇന്നലത്തെ മറുപടിയിൽ തന്നെ എല്ലാ കാര്യമുണ്ട്. മണ്ഡലത്തിലെ ഇരട്ട വോട്ടിൽ കമ്മീഷൻ ഇടപെടൽ ആവശ്യപ്പെട്ട് നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ് BJP. ഞാൻ ജില്ലാ ഭരണാധികാരിയോട് പറയാൻ ആഗ്രഹിക്കുക, നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടുകളുടെ ലിസ്റ്റും അവരുടെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ കോടതിയെ സമീപിക്കുന്ന കാര്യം അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. ഇരട്ട വോട്ട് പരാതി ശക്തമായതോടെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഫീൽഡ് തലത്തിൽ പരിശോധന നടത്തി. പരാതി ഉയർന്ന മേഖലകളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയായിരുന്നു പരിശോധന. കളക്ട്രേറ്റിലെ ഇലക്ഷൻ വിഭാഗത്തിലും വോട്ടർ പട്ടിക പരിശോധിക്കുന്നുണ്ട്. 24 പാലക്കാട്.